അല്ല, നിലമ്പൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം നേടും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള ജനങ്ങളുടെ അംഗീകാരം പ്രതിഫലിക്കുന്ന ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഈ നമ്മുടെ ചേരിയിലല്ല, എതിർ ചേരിയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ ഒക്കെ ഒരു സാന്നിധ്യം എത്രത്തോളം അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, UDF നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് ഞങ്ങളെ ഒരു പരിഗണനാ വിഷയമല്ല. ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. അല്ല, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അത്തരത്തിലൊരു നിലയല്ല നിലമ്പൂരിലുള്ളതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ചുമതലക്കാരനായി കുറെ കാലം ഇപ്പൊ അവിടെ ചെലവഴിച്ചു, അപ്പൊ അതെല്ലാം ഒരു ഗുണകരമായി മാറും അല്ലെ? കുറച്ചുകൂടി അല്ല, നമ്മുടെ ഒരു നാടാണല്ലോ, സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒരു ചുമതല ആ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിർവഹിക്കേണ്ടി വരും. അപ്പൊ ആദ്യം പാർട്ടി ആ നിലയിൽ തീരുമാനിച്ചിരുന്നു, പിന്നീട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീരുമാനിച്ചു. അതത് തീരുമാനങ്ങൾ കഴിയുന്നത്ര ഭംഗിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. വെല്ലുവിളികൾക്കോ ഭീഷണികൾക്കോ പരദൂഷണങ്ങൾക്കോ ഒന്നും രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ്. അപ്പോൾ ആ ഒരു ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ.